അവിടെ കോമൺ ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ് നേരിട്ട് ചെയ്യും. അതായത് അവിടെ സ്കൂളുകൾ വേണം, അംഗനവാടി വേണം, കമ്മ്യൂണിറ്റി സെൻറ്റർ വേണം, കളിക്കളം വേണം, മനുഷ്യരെ ചികിത്സിക്കുന്ന ഹോസ്പിറ്റൽ വേണം, മൃഗങ്ങളെ ചികിത്സിപ്പിക്കുന്ന ഹോസ്പിറ്റൽ വേണം. ഇങ്ങനെ ഒരു നഗരസദൃശ്യമായിട്ടുള്ള ഒരു ഗ്രാമത്തിന് എന്തെല്ലാമാണോ ആവശ്യം അതെല്ലാം കൂടി കോമൺ ഫെസിലിറ്റീസായി കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ടൗൺഷിപ്പിനാണ് കേരളം നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആഗസ്റ്റ് മാസവും സെപ്റ്റംബർ മാസവും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് ഒക്ടോബർ 4 തന്നെ കേരളം ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ കൃത്യമായ പരിശോധന നടത്തി ഭൗമ്യശാസ്ത്ര പഠന സംഘത്തിൻ്റെ അഭിപ്രായം സ്വീകരിച്ച് ജനങ്ങളെ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി പുനരധിവാസത്തിന് മുമ്പായി നേരിട്ട് കേട്ട് ഏറ്റെടുക്കുന്ന ഭൂമി സംബന്ധിച്ച തത്വത്തിലുള്ള അംഗീകാരത്തിൻ്റെ ഗവൺമെൻറ് ഉത്തരവിറക്കി. അതുമായി ബന്ധപ്പെട്ട ചില കോടതി വ്യവഹാരങ്ങൾ നടന്നതുകൊണ്ടാണ് ഒരു ചെറിയ കാലതാമസം ഉണ്ടായത്. ആ കാലതാമസം ഈ മാസം തന്നെ അവസാനിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഭൂമി ലഭ്യമായാൽ ഉടനെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. ആ വിധത്തിൽ പുനരധിവാസത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള ശ്രമങ്ങളും നമ്മൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ സ്വാഭാവികമായിട്ടും താൽക്കാലികമായ പുനരധിവാസം ഉറപ്പുവരുത്തി സർക്കാർ എന്നുള്ളതുകൊണ്ട് സ്ഥിരമായ പുനരധിവാസം വരും വരെ ഒരാളുടെയും വീടിൻ്റെ വാടക മുടങ്ങാൻ വേണ്ടി പോകുന്നില്ല. മാധ്യമ സുഹൃത്തുക്കൾ ചില ഘട്ടങ്ങളിൽ ചില സ്ഥലങ്ങൾ ചില പേരുകൾ ഞങ്ങളുടെ മുമ്പിൽ ഉന്നയിച്ചിരുന്നു. 1, 2, 3, 4 പേരുകളൊക്കെ അങ്ങനെ വന്നിരുന്നു. അതെല്ലാം അപ്പോഴപ്പോൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മെക്കാനിസം നമ്മുടെ മുമ്പിലുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്ക് മാസം 300 രൂപ വീതം കൊടുക്കാനുള്ള ഒരു സംവിധാനം ആലോചിച്ചിരുന്നു. ഒരു മാസത്തെ 2221 പേർക്ക്, രണ്ടാമത്തെ മാസത്തെ 2186 പേർക്ക്, മൂന്നാമത്തെ മാസത്തെ 2192 പേർക്ക്, ഇങ്ങനെ 3 മാസവും 300 രൂപ വെച്ച് വിതരണം ചെയ്യേണ്ടവർക്കെല്ലാം ആ വിതരണം പൂർത്തിയായി. ഇടയിലൊരു ചെറിയ പ്രയാസം, രണ്ടാമത്തെ മാസം ചില ആളുകൾക്ക് കിട്ടാതെ പോയോ എന്ന പ്രശ്നം ഉണ്ടായിരുന്നു. അവരെ മുഴുവൻ കണ്ട് അവരുടെ പാസ്ബുക്കിൻ്റെ നമ്പർ ഉറപ്പുവരുത്തി ചില സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയപ്പോൾ അതത് സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള പ്രയാസമുണ്ടായതായി മനസ്സിലാക്കി ആദ്യ മാസം തന്നെ ഒരു വീട്ടിലെ 2 പേർക്ക് 300 രൂപ വിതരണം ചെയ്തത് 3 മാസക്കാലവും കൃത്യമായി വിതരണം ചെയ്തു എന്ന സന്തോഷകരമായ സംഭവം നമ്മൾ പരിശോധിച്ചു. അതിലുള്ള കുറവുകൾ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആഗസ്റ്റ് മാസം 813 വീടുകൾക്ക്, സെപ്റ്റംബർ മാസം 807 വീടുകൾക്ക്, ഒക്ടോബർ മാസം 782 വീടുകൾക്ക്, നവംബർ മാസം 793 വീടുകൾക്ക് ഒരു തരത്തിലും കുറവില്ലാത്ത വിധം ആ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ 600 രൂപ വീതമുള്ള സംഖ്യ വിതരണം ചെയ്യുന്ന കാര്യത്തിലും കൃത്യമായൊരു ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. രോഗികളുടെ, അതായത് അവിടെ നിന്ന് ഈ ദുരന്തമുണ്ടായി വരുമ്പോൾ തന്നെ കിടപ്പു രോഗികളായി മാറിയവരുടെ, ദുരന്തം മൂലം ദീർഘകാല ചികിത്സയ്ക്ക് നിൽക്കുന്നവരെ പരിഗണിക്കാൻ, പരിശോധിക്കാൻ, അവരെ സഹായിക്കാൻ നിൽക്കുന്ന ഒരാൾക്ക് മാസം 300 രൂപ വീതം STRF അല്ല, മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായ നിധിയിൽ നിന്ന് തുടർച്ചയായി കൊടുത്തു വരുന്നുണ്ട്. 3 മാസത്തെ ഉത്തരവ് ഇറക്കി, ഇനി ആവശ്യമെങ്കിൽ ആ ഉത്തരവും പുറത്തിറക്കും. ദുരന്തബാധിതരെ കണ്ടെത്തുക എന്നുള്ളതൊരു പ്രവർത്തനമാണ്. അതിൻ്റെ ആദ്യ ലിസ്റ്റ് ഇന്ന് പുറത്തിറങ്ങും. ഇന്ന് ആദ്യത്തെ ലിസ്റ്റ് ഏതാനും മിനിറ്റുകൾക്കകം പുറത്തിറങ്ങും. ആ ലിസ്റ്റ് പഞ്ചായത്തും റവന്യൂവും കൂടിയാലോചിച്ച് ഇന്ന് ഉച്ചയ്ക്ക് ചേർന്ന DDMA യോഗം ഫൈനലൈസ് ചെയ്ത ലിസ്റ്റായിരിക്കും. ആ ലിസ്റ്റിൽ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാകും. ആ ലിസ്റ്റ്, 1ാം ഘട്ട ലിസ്റ്റ്, ആ ദുരന്തത്തിൽ നേരിട്ട് പ്രയാസം അനുഭവിച്ചവരാണ്. സ്വന്തമായി വീടുള്ളവർ മാത്രമല്ല, ആ മേഖലയിൽ സ്ഥിരമായി വാടകയ്ക്ക് താമസിക്കുന്നവർക്കും അതുപോലെ തന്നെ പാടിയിൽ താമസിക്കുന്ന തൊഴിലാളികളും ഉൾപ്പെടെ ആ ദുരന്തത്തിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റ് ഇന്ന് പുറത്തിറങ്ങും. ഇന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതിലുൾപ്പെട്ടാതെ പോയവർക്കും അനർഹമായി ഉൾപ്പെട്ടവരെക്കുറിച്ചുള്ള ആക്ഷേപമുള്ളവർക്കും അവരുടെ ആക്ഷേപം അവതരിപ്പിക്കാൻ 15 പ്രവൃത്തി ദിവസങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ജിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. 15 പ്രവൃത്തി ദിവസങ്ങളിൽ അവർക്ക് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലോ വെള്ളാർമല വില്ലേജ് ഓഫീസിലോ വൈത്തിരി താലൂക്ക് ഓഫീസിലോ സബ് കളക്ടറുടെ മെയിൽ അഡ്രസ്സിലോ പരാതി കൊടുക്കാവുന്നതാണ്. 15 പ്രവൃത്തി ദിവസം. അതിലേറ്റവും കൂടുതൽ ആളുകൾ ഒരുമിച്ച് വരുന്ന മേപ്പാടി ഗ്രാമപഞ്ചായത്തിലും അതുപോലെ തന്നെ വെള്ളാർമല വില്ലേജിലും അത് പ്രദർശിപ്പിക്കാനുള്ള ബോർഡുണ്ടാകും.
അവിടെ പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടാകും. 15 ദിവസം വരെ അതിലെ പരാതി അവർക്ക് നൽകാം. 15 വർക്കിംഗ് ഡേ കഴിഞ്ഞാൽ സബ് കളക്ടർ ഒരു റവന്യൂ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഉദ്യോഗസ്ഥ സംഘത്തോടൊപ്പം നേരിട്ട് ആക്ഷേപം ഉന്നയിച്ചവരുടെ സ്ഥലം പരിശോധിച്ച് ആ ലിസ്റ്റ് കരട് തയ്യാറാക്കും. അത് DDMA ഫൈനലൈസ് ചെയ്തുകൊണ്ട് ഏതാണ്ട് ജനുവരി മാസം പകുതി കഴിയുന്നതോടെ പൂർണ്ണമായി കരട് പൂർത്തീകരിച്ച് പുറത്തിറക്കാൻ കഴിയുന്ന വിധത്തിൽ അത് തയ്യാറാകും. വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പായി ആ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിയും. 2 ജോൺ മത്തായി പറഞ്ഞ നോട്ട് ടു ഗോ സോൺ ഇതേ പ്രാക്ടീസ് തന്നെയായിരിക്കും. ഈ ലിസ്റ്റ് പുറത്തിറക്കി കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്കകം രണ്ടാമത്തെ ലിസ്റ്റ് കൂടി അവിടെ ജോൺ മത്തായി പറഞ്ഞ സ്ഥലങ്ങളിൽ ഒന്ന് കുറ്റിയടിച്ച് നോക്കേണ്ടി വരും. ചില ആളുകൾ നേരത്തെ ആശങ്ക പറഞ്ഞിരുന്നു അവിടെ ഒന്നും കുറ്റിയടിക്കാൻ പ്രയാസം, അങ്ങനെ ഒരു പ്രശ്നവും വിചാരിക്കേണ്ടതില്ല. അവിടെ കുറ്റിയടിച്ച സ്ഥലം ഏതാണ്ട് മഞ്ഞക്കുറ്റിയടിച്ച് ഏറ്റെടുക്കുന്നത് പോലെയല്ല. ഈ ജോൺ മത്തായി പറഞ്ഞ സ്ഥലമൊന്ന് നോക്കാനാണ്. ആ പറഞ്ഞ സ്ഥലത്തിനോട് ചേർന്ന് ഇപ്പോൾ ഇതുവരെ ജോൺ മത്തായി പറഞ്ഞിരിക്കുന്നു. ആ അറ്റത്ത് 3 പേരിരിക്കുന്നു. 3 പേര് 3 വീടുകളാണ്. അവർക്ക് പോകാനൊരു വഴിയില്ല, ഇതുവരെ ആളുമില്ല. അവരാണെങ്കിൽ ഈ സോണിൽപ്പെട്ടവരുമല്ല. അവരെ പൂർണ്ണമായി ഉൾക്കൊള്ളും. ഇൻക്ലൂസീവാണ്. ഇതിനോട് ചേർന്ന് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തില്ല. ഇൻക്ലൂസീവായി അവരെ കൂടി കൂട്ടി രണ്ടാമത്തെ ലിസ്റ്റ് ഇറക്കും. ഇതേ പ്രാക്ടീസ് അനുസരിച്ച് തന്നെ ആക്ഷേപങ്ങളും പരാതികളും കൊടുക്കാൻ പറ്റും. സബ് കളക്ടർ പരിശോധിക്കും, DDMA അംഗീകരിക്കും, ഔദ്യോഗിക ലിസ്റ്റായി പോകും. ഒരാളെയും ഒഴിവാക്കില്ല. എൻകാം ഇൻക്ലൂസീവായിരിക്കും. മാത്രമല്ല ഇനി മുതൽ ആളുകളുടെ പിരിമുറുക്കം വർദ്ധിക്കുകയാണ്. പല വിധത്തിലുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും വാർത്താ അവതാരകൻ്റെ കരുത്തും ശബ്ദവും അനുസരിച്ച് വിഷയങ്ങൾ ഉയർന്നു വരും എന്നുള്ളതുകൊണ്ട് ഓരോ ശബ്ദവും തീക്കട്ട പോലെ ഓരോരുത്തരുടെയും മനസ്സിലിങ്ങനെ ഇടിക്കും. അപ്പോൾ ആ ഇടിയുടെ കരുത്തുകൊണ്ട് പേടിക്കുന്ന ആളുകൾ ധാരാളമായിട്ടുണ്ടാകും. അവിടെ പോയി കണ്ടവർ അത്ര പേടിപ്പിക്കില്ല, അല്ലാത്തവർ പേടിപ്പിക്കും. കാരണം ഇത് ഒരു വ്യൂവേഴ്സുമായി ബന്ധപ്പെട്ടൊരു മത്സരം കൂടി നടക്കുന്നത് കൊണ്ട് സ്വാഭാവികമാണ്, അതിൽ തർക്കമില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ജനുവരി മാസം മുതൽ ഒരു പ്രത്യേക സെല്ലുണ്ടാവുകയാണ്. 50 പേരെ ഒരു ക്ലസ്റ്ററാക്കി മാറ്റി പ്രത്യേകമായി പ്രാക്ടീസും ട്രെയിനിങ്ങും കൊടുത്ത കുട്ടികളുടെ കൂടി നേതൃത്വത്തിൽ കളക്ടർ തയ്യാറാക്കുന്നൊരു വിങ് എല്ലാ മാസവും ഒരു തവണയെങ്കിലും ആ ദുരന്തബാധിതരായ ആളുകളെ വിളിച്ച് അവരുടെ സ്നേഹാന്വേഷണം നടത്തി അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ടോ എന്ന് പരിശോധിക്കും. ആ വിധത്തിൽ ദുരന്തബാധിതരെ 1 മിനിറ്റ് പോലും വൈകാത്ത കൃത്യമായ പഴുതടച്ച പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക് പോകും. ഉണ്ടായത് ഇതാണ്: ഓരോരുത്തരെയും പണം കൊടുത്ത് പറഞ്ഞു വിടുകയോ കിട്ടുന്ന ഇടങ്ങളിലേക്ക് പറഞ്ഞയക്കുകയോ എവിടെയാണ് ഭൂമി ഉള്ളതെങ്കിൽ അവിടേക്ക് പൊക്കോളാൻ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തതിന് പകരം ഇവരുടെ മാനസികാവസ്ഥ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരുമിച്ചു താമസം എന്ന ഒരു ടൗൺഷിപ്പിൻ്റെ ആശയം വന്നതുകൊണ്ടാണ് ഇത്രയേറെ ഭൂമി ഒരുമിച്ചു കിട്ടാനും അത് കോടതി വ്യവഹാരത്തിൽപ്പെട്ടതുകൊണ്ട് അത് റിലീസ് ചെയ്തെടുക്കാനുമുള്ള സൗകര്യങ്ങളിലേക്ക് നമ്മൾ പോയത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വളരെ അപമാനകരമായ വിധത്തിലും ഇപ്പോഴും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചില പരാമർശങ്ങളാണ് ഇങ്ങനെ പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്ന വിഷയം. ആ പരാമർശങ്ങളിലൊന്ന്, ഓഗസ്റ്റ് 17 കൊടുത്ത അപേക്ഷ ഏതാണ്, നവംബർ 13 കൊടുത്ത അപേക്ഷ ഏതാണ് എന്ന് ഒരു തീർച്ചയും മൂർച്ചയും ഈ വൈകുന്നേരത്തെ ചർച്ച മുറികളിലിരിക്കുന്ന ആളുകൾക്കില്ലാതെ പോകുന്നുണ്ടോ എന്നൊരു സംശയം ഇടയ്ക്ക് എനിക്കുണ്ടായി. ഞാനതുകൊണ്ട് ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യുകയാണ്. ആഗസ്റ്റ് 17 നമ്മൾ കൊടുത്തത് ഒരു മെമ്മോറാണ്ടമാണ്. അത് നമുക്കുണ്ടായ നഷ്ടങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി 1202 കോടി രൂപയുടെ നഷ്ടം കണക്ക് കൂട്ടിയൊരു മെമ്മോറാണ്ടം. അത് ആഗസ്റ്റ് 10 IMCTയെ കാണിച്ചു. അന്ന് വന്ന ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് പറഞ്ഞു, ഒരാഴ്ച കൂടി എടുത്ത് ഒന്നുകൂടി നോക്കി പരമാവധി തുക കൂട്ടി തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ആഗസ്റ്റ് 17 അത് കൊടുത്തു. 23 കോടതിയിൽ കൊടുത്തു. ഇനി ആ മെമ്മോറാണ്ടത്തിൻ്റെയും PDNAയുടെയും വ്യത്യാസം മനസ്സിലാവാത്ത ആളുകൾക്ക്, നിങ്ങൾക്കല്ല മനസ്സിലാകുന്നില്ല എന്ന് തോന്നുന്നവർക്ക് മനസ്സിലാകാൻ ഏറ്റവും എളുപ്പം നാട്ടിലെ ആളുകൾ പറയുന്നത് പോലെ 38 പേജ് വലിപ്പത്തിലുള്ള പുസ്തകം കണ്ടാൽ അത് ആഗസ്റ്റ് 17 കൊടുത്ത മെമ്മോറാണ്ടമാണെന്നും 579 പേജും അതിൻ്റെ കൂട്ടിലെ അനക്സും കൂട്ടി 603 പേജുള്ള വലിയ സാധനമാണ് കണ്ടതെങ്കിൽ അത് രണ്ടാമത് കൊടുത്ത PDNA ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ പിടികിട്ടും. ആഗസ്റ്റ് 17 1202 കോടി രൂപയുടെ നഷ്ടപരിഹാരത്തിൻ്റെ കണക്ക് മെമ്മോറാണ്ടമായി കേന്ദ്രത്തിന് കൊടുത്തു. അപ്പോഴാണ് കേന്ദ്രം പറയുന്നത് 2018 നമ്മൾ ചെയ്തതാണ്, പക്ഷേ പിന്നീട് ചെയ്തിട്ടില്ല.